കോഴിക്കോട് മലാപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിൽ പോലീസുകാരനുമുണ്ടെന്ന സൂചന. വിജിലൻസ് വിഭാഗത്തിലെ ഡ്രൈവറായിരുന്ന പോലീസുകാരനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ഇയാളുടെ അക്കൌണ്ടിലേക്ക് പെൺവാണിഭ സംഘത്തിലെ നടത്തിപ്പുകാർ പണം അയച്ചിരുന്നുവെന്നും കണ്ടെത്തി. പെൺവാണിഭ കേന്ദ്രത്തിൽ സ്ഥിരം അതിഥിയായ കോഴിക്കോട് സിറ്റി കൺട്രോൾ റൂമിലെ മറ്റൊരു ഡ്രൈവർക്കെതിരെയും അന്വേഷണം തുടരുന്നുണ്ട്. ദൃശ്യ പുതിയിടത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ദൃശ്യ, കഴിഞ്ഞ ദിവസം തന്നെ പോലീസുകാർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് കണ്ടെത്തൽ? ജീന, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മലാപ്പറമ്പിൽ ഒരു വീട്ടിൽ റെയ്ഡ് നടന്നത്. ആ വീട്ടിൽ നടന്ന അപ്പാർട്ട്മെന്റിൽ നടന്ന റെയ്ഡിലാണ് 6 സ്ത്രീകളടക്കം 9 പേരെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിടുകയായിരുന്നു. എങ്കിലും ഇവരുടെ ഫോൺ കോളുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ മുഖ്യപ്രതിയായ ബിന്ദുവിന്റെ ഫോണിൽ നിന്നും ഈ കോഴിക്കോടുള്ള 2 പോലീസുകാരുടെ നമ്പറിലേക്ക് സ്ഥിരമായി മെസ്സേജ്, അതുപോലെ തന്നെ അക്കൌണ്ടുകളിലേക്ക് പണവും ഒക്കെ പോകുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വിജിലൻസ് വിഭാഗത്തിലെ ഡ്രൈവറായ ഒരു പോലീസുകാരനിലേക്ക് അന്വേഷണം നീളുന്നത്. ഇപ്പോൾ ഇയാളെ കേന്ദ്രീകരിച്ചാണ്, ഇയാളുടെ അക്കൌണ്ടുകളും മറ്റും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇയാളെ താൽക്കാലികമായി ഈ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമായിരുന്നു മാറ്റിയത്. ഇത് കൂടാതെ തന്നെ സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ ഒരു ഡ്രൈവറെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ ഇവിടെ സ്ഥിരം അതിഥികളായിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഏകദേശം വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ മുന്നേ പറഞ്ഞ ഈ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഇയാൾ ഈ കേന്ദ്രത്തിന്റെ പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിൽ ആണെന്ന് കൂടിയുള്ള സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. കാരണം ഈ മുഖ്യപ്രതിയായ ബിന്ദുവിന്റെയും അഭിരാമിയുടെയും ഒക്കെ ഫോൺ കോളുകളും അക്കൌണ്ട് ഡീറ്റെയിൽസുകളും ഒക്കെ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. അതിനിടയിലാണ് ഇയാളുടെ നമ്പറിലേക്ക് ഇടയ്ക്കിടെ കോളുകൾ പോകുന്നതും മറ്റ് മെസ്സേജുകളും ഒക്കെ ഈ പോലീസിന് ലഭിക്കുന്നത്. ഇതുകൂടാതെ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ നമ്പറിലേക്ക്, ഇയാളുടെ അക്കൌണ്ടിലേക്ക് ഇടയ്ക്കിടെ പണം പോകുന്നതായും പോലീസിന് അറിവ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 2 പോലീസുകാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ അറസ്റ്റിലായ പിടിയിലായ 9 പ്രതികൾക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പോലീസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എങ്കിലും ചോദ്യം ചെയ്യാനായി ഹാജരാകണം എന്നൊരു ഉപാധിയോടെയായിരുന്നു നടത്തിപ്പുകാരായ 3 പേർക്കും ജാമ്യം അനുവദിച്ചത്. അതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ CCTVയും ഫോൺ കോളുകളും അക്കൌണ്ടുകളും ഒക്കെ പോലീസുകാർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ദൃശ്യ പുതിയിടത്താണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും.